ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മളെ ദുഃഖം വരുന്ന സമയത്ത് ദുഃഖം സഹിക്കാൻ പറ്റാതിരുന്നാൽ നമ്മുടെ കണ്ണുകൾ നനയും, നമ്മൾ കരയും. കരയുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട്. കരയുന്ന മറ്റൊരു സന്ദർഭമാണ് നിസ്സഹായതയുടെ സന്ദർഭം. നമുക്ക് നാം വിചാരിച്ച രൂപത്തിൽ, നാം ആഗ്രഹിച്ച രൂപത്തിൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് വരുമ്പോഴുള്ള ഒരു നിസ്സഹായാവസ്ഥ, അതൊരു വല്ലാത്ത സംഗതി. രക്ഷപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷേ രക്ഷപ്പെടാൻ വഴികളില്ലാതെ വരുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു ദയനീയതയും ദുഃഖവും സങ്കടവും പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ കണ്ടതായിരിക്കണം. നിസ്സഹായത എന്ന് പറയുമ്പോൾ വീട്ടാനാവാത്ത കടം, മാറാത്ത രോഗം, ഇതിനൊക്കെ നമുക്ക് നിസ്സഹായാവസ്ഥ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഞാൻ നിസ്സഹായാവസ്ഥയിൽ ഉൾപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എനിക്ക് പറയാൻ ഇവിടെ കുറഞ്ഞ സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു സംസാരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഇരിക്കുന്നവർക്കൊക്കെ ഇത് ബാധകമാണ് എന്നുള്ളതാണ്. സംസാരിക്കുന്ന എനിക്കടക്കം ചിലപ്പോൾ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് ഞാനുമായി ബന്ധമില്ലല്ലോ എന്ന് ഒരകലത്തിലും സമാധാനത്തിലും കേൾക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഈ വിഷയത്തിന് അങ്ങനെ പറ്റൂല. ഒരു ചെറിയ ശതമാനം ഇതെന്നെയും കുറിച്ചാണല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലൊരു നിസ്സഹായത എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു തെറ്റ് എന്നുള്ള നിലക്ക് തുടങ്ങുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാൻ മതി. ഒരു തെറ്റ് എന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസങ്ങളിലും ക്യാമ്പസുകളിലും ഒക്കെ നമുക്ക് അന്യ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിചയപ്പെടാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുമ്പോൾ ആ പരിചയപ്പെടലിൽ എന്താ തെറ്റ്? ഒരാൾ നമ്മളെ മദ്യപിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ മദ്യപാനം തെറ്റാണ്, ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാം. പക്ഷെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നതിൽ എന്തും തെറ്റുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് തെറ്റ്. അപ്പൊ സ്വാഭാവികമായി എന്ന് വെച്ചാൽ നമ്മൾ ആരെന്നുള്ളതല്ല, നമ്മുടെ ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് വന്നവരാണ്, നമ്മുടെ ഏറ്റവും നല്ല സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ആരും പെട്ടുപോകുന്ന ഒരു സംഗതിയാണെന്ന് അറിയൂ, ഇത്തരത്തിലുള്ള തെറ്റായ റിലേഷനുകൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അറിയാതെ ഇത്തരം തെറ്റുകളിൽ ചെന്ന് പെട്ട് അവസാനം ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അറിയിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വിചാരിക്കാതെ തന്നെ പുറത്തു വരികയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ കൈനീട്ടി വരാറുണ്ട്, ഒന്ന് സഹായിക്കണം, വളരെ വലിയ നിസ്സഹായാവസ്ഥയിലാണ് എന്ന് പറയാറുണ്ട്. അപ്പോഴും കണ്ണു നനയാറുണ്ട്. ഞാൻ തുടങ്ങും, എനിക്ക് പറ്റാഞ്ഞിട്ട് എന്നൊന്ന് സഹായിച്ചു തരൂ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും പല സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരല്പം ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ഒരു തെറ്റാണെന്ന ബോധമില്ലാതെ ചെന്ന് പതിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആരും പെട്ടുപോകാന്നുള്ളതാണ്. ഒരു തിന്മയുടെ മനസ്സുമായി നടക്കുന്നവൻ മാത്രമല്ല പെട്ടുപോവുക, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയി ജീവിക്കുന്ന ആളും എന്ത് ചെയ്യും? ഇതിൽ പെട്ടുപോകും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ട് കാണും, നമുക്ക് അവിശ്വസനീയമായ വാർത്തകൾ. അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഈ കോളേജിലെ ഏറ്റവും ഡീസൻ്റ് ആയിട്ടൊരു അധ്യാപകനാണല്ലോ, ഒരു അധ്യാപികയാണല്ലോ, ഈ ക്ലാസ്സിലെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയാണല്ലോ, നമ്മൾ തന്നെ പറഞ്ഞു പോകാറുണ്ട്. കാരണം ആരും പെട്ടുപോകുന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം. ഈ കൂടിക്കലരുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ അപകടങ്ങൾ ഉണ്ട് എന്ന് ഇസ്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് ഒറ്റ പരിഹാരമാർഗുള്ളൂ, തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഏറ്റവും ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യാദൃച്ഛികമായി നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടികളെയും പരിചയപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടാലും ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു അന്യ സ്ത്രീയെ ഒരു അന്യ പുരുഷരോ അന്യപുരുഷന്റെ സ്ത്രീയെ നോക്കാൻ പാടില്ല. അപ്പൊ ചില ആളുകൾ തമാശക്ക് ചോദിക്കാറുണ്ട്, പ്രകൃതിയിലെല്ലാം പടച്ചവൻ സൗന്ദര്യത്തിലാണ് സൃഷ്ടിച്ചത്, പൂവിനൊരു മനോഹാരിതയുണ്ട്, ആകാശത്തെ നക്ഷത്രങ്ങൾക്കൊരു മനോഹാരിതയുണ്ട്, അപ്പൊ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ ഒരു സൗന്ദര്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് രസകരമായി ചോദിക്കാറുണ്ട്. ഏതു തലത്തിലായാലും ഏത് രൂപത്തിലായാലും മുഖത്ത് നോക്കാതെ എങ്ങനെ സംസാരിക്കുമെന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ ചോദിച്ചാലും കണ്ണ് താഴ്ത്തുക എന്നുള്ളത്
വളരെ ശക്തമായ താക്കീതാണ്. നമ്മൾ കണ്ണ് നിയന്ത്രിക്കുക. നിങ്ങൾ ഇത്തരം ഒരു അവിഹിതമായ ഒരു പ്രയാണത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു ദിശയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നോക്കില്ലെന്ന് തീരുമാനിക്കാൻ ആർക്കെങ്കിലും ഇവിടെ ശക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കണ്ണുകളെ താഴ്ത്തുമോ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ സൂക്ഷിക്കാമെന്നാണ് ഖുർആനിന്റെ പരാമർശം. കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. സത്യവിശ്വാസികളോട് പറയണം, സത്യവിശ്വാസിനികളോട് പറയണം, രണ്ടും പറഞ്ഞു. കണ്ണുകളെ താഴ്ത്താൻ, കണ്ണുകളെ താഴ്ത്തുക എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കാണ് വയഹ്ഫദൂ ഫുറൂജഹും. അവിടെ സ്വകാര്യ ജീവിതങ്ങളെ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. അപ്പോൾ ഒരു നോട്ടം കുറ്റമാണ്, നമ്മൾ മനസ്സിലാക്കാതെ പോയി. അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹപാഠിനിയെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സഹപാഠിനി എന്ന നിലക്കുള്ള ഒരു പരിധിക്കപ്പുറത്ത് ഞാൻ നിരീക്ഷിച്ചാൽ, അവൾ നാളെ നേരത്തെ വരണേ എന്ന് മനസ്സ് ആഗ്രഹിച്ചാൽ, ഞാൻ കോളേജിലെത്തിയപ്പോൾ ഇന്ന് അവളെ യാദൃശികമായി ഒന്ന് കാണണേ എന്ന് മനസ്സ് മോഹിച്ചാൽ, ആ കാണാൻ ആഗ്രഹിക്കുന്ന സമയം എന്തായി, നമ്മൾ ഒരു ശരിയായ സദാചാരത്തിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും അതിർവരമ്പിനെ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നബിസ്വല്ലല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണുകൊണ്ട് നോക്കിയാൽ അത് വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടം അത് വ്യഭിചാരത്തിലേക്കുള്ള ഒരു പ്രയാണമാണെന്നല്ല, അത് തന്നെ തെറ്റാണെന്നല്ല. നോക്കി അതിനൊരു സാഹചര്യം ഒരുങ്ങി ഒരു ശാരീരിക ബന്ധമല്ലേ വ്യഭിചാരം എന്ന് ചോദിച്ചാൽ അല്ല, നോട്ടം തന്നെ വ്യഭിചാരം. കാരണം എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം. അതുകൊണ്ട് എല്ലാ വഴിയും അടച്ചു. ഒന്ന് ദേഹത്ത് സ്പർശിച്ചാലോ, ഒരു സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി കൈപിടിച്ചാലോ, വേറെ ഒരാളെ, ഒരു അന്യപുരുഷന്റെ, ഒരു അന്യ സ്ത്രീയുടെ ദേഹത്ത് തൊടാൻ പറ്റൂല എന്നാണ്. അത്ര കൃത്യമായി നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു. അത് തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞത് തൊടുന്ന സന്ദർഭത്തിലുള്ള തെറ്റും തെറ്റില്ലായ്മയും കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഗൗരവം മനസ്സിലാവുക. അതിന്റെ അടുത്ത സ്റ്റേജ് ആലോചിച്ചാണ്. അതുകൊണ്ടാണ് അതിന്റെ തുടക്കങ്ങൾ നിരോധിക്കാനുള്ള കാരണം. അങ്ങനെ ഒരാൾ ചെയ്യാന്നുള്ളത് എന്താണ്, മിൻ ഹൈറുൻ ലഹു മിൻ അൻ യമുസ്സഹു. ഒരു സ്ത്രീയെ തൊടുക എന്ന് പറഞ്ഞാൽ, തനിക്ക് അനുവദിക്കപ്പെടാത്ത, എൻ്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയെ തൊടുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ ദണ്ട് തലയിൽ അടിച്ചു താഴ്ത്തുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒരു മാരകാവസ്ഥ ഈ തെറ്റിനുണ്ട് എന്ന് അത്ര ഗൗരവത്തോടു കൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യം. നോട്ടം, അതേപോലെ തന്നെ സ്പർശനം, അതേപോലെ ഒറ്റയ്ക്കാവുക, ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ചിലത് സ്വകാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സ്വകാര്യം പറയാൻ എന്ത് അനുവാദമാണ്, എന്ത് അവകാശമാണുള്ളത്? ഞാനിത് ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ ചില ആളുകളുടെ മനസ്സിൽ വന്നു കാണും, അപ്പൊ എത്രയാണ് അതിന്റെ പരിധി? ഒന്നും മിണ്ടണ്ടാന്നാണോ? ഒരു കുട്ടിയോട്, ഒരു പെൺകുട്ടിയോട് മിണ്ടാനേ പാടില്ല, ഒരു ആൺകുട്ടിയോട് മുഖത്ത് നോക്കാനേ പാടില്ല. എന്താണ് അതിന്റെ പരിധി? അടുത്ത ചോദ്യം. ആ ചോദ്യത്തിൽ എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുജനുണ്ട്, അല്ലെ എനിക്ക് അനുജത്തിയുണ്ട്, എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ഉമ്മയുണ്ട്. അവരോടൊക്കെ എനിക്ക് തമാശ പറയാം, എല്ലാ അതിരുവിട്ടും സംസാരിക്കാം, അവരെൻ്റെ മോട്ടോർ ബൈക്കിൽ ഇരുത്താം, എനിക്കവരെ കൊണ്ടുപോകാം, അവരോടൊപ്പം എനിക്ക് താമസിക്കാം. എൻ്റെ പെങ്ങളുടെ വീട്ടിൽ അവരുടെ ഭർത്താവില്ലെങ്കിൽ എനിക്ക് അവിടെ കാവൽക്കാരനായി കിടക്കാം. അത് എൻ്റെ സഹപാഠിയുടെ കൂടെ പറ്റുമോ? എൻ്റെ അയൽവാസിയുടെ കൂടെ പറ്റുമോ? അവിടെ വേർതിരിക്കപ്പെട്ട ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ വേർതിരിക്കുക തന്നെ വേണം. മനസ്സിലായി? ഇപ്പൊ ക്യാമ്പസിൽ ധൈര്യമായി കയറി പോകുന്നു, തൻ്റെ കൂടെ പഠിക്കുന്നവന്റെ ബൈക്കിൽ കയറി പോകുന്നു. എന്ത് തകരാറ്? ഓട്ടോറിക്ഷയിൽ ഒന്നിച്ചിരിക്കുന്നില്ല, ബസ്സിൽ ഒന്നിച്ചിരിക്കുന്നില്ല, എന്തോ ബൈക്കിലായാൽ തകരാറ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തോ ഒരു അനൗചിത്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അവിടെ ഒരു പരിധിയുണ്ട്. അത് ലംഘിക്കപ്പെട്ടാൽ അതുമാത്രമല്ല പ്രശ്നം, ഒരു നോട്ടം മാത്രമല്ല പ്രശ്നം, ഒരു സ്പർശനം മാത്രമല്ല പ്രശ്നം, ഒറ്റയ്ക്കിരിക്കൽ മാത്രമല്ല പ്രശ്നം, ഒന്നിച്ചുള്ള യാത്ര മാത്രമല്ല പ്രശ്നം. അതിനുശേഷം വരാനിരിക്കുന്ന മാരകമായ പ്രശ്നത്തിന്റെ ഭവിഷ്യത്ത് എന്താണോ ആ ഭവിഷ്യത്തിന്റെ അതേ പ്രാധാന്യത്തോടെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിന്റെ പ്രത്യേകത. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇതിൽ പെട്ടുപോയാലുള്ള വലിയൊരു പ്രശ്നം, രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കേവലം തൻ്റെ ഒരു ശാരീരികവും മാനസികവുമായ ആഹ്ലാദത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങൾ. അതിലൊരു ആത്മാർത്ഥതയില്ല. ഏത് പെൺകുട്ടിനെ കണ്ടാലും സംസാരിക്കും, ഏത് ആൺകുട്ടിയോടും സംസാരിക്കും, ആരെ കിട്ടിയാലും ആവശ്യം ആരോടും സംസാരിക്കാം. അതൊരു തൊഴിലായി സ്വീകരിച്ച പല ആളുകളും ഉണ്ടായിരിക്കും ക്യാമ്പസിൽ. ഒരുപക്ഷെ നമുക്കൊക്കെയുള്ള സമാധാനം ഞാൻ അത്തരക്കാരനല്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രേമം വിശുദ്ധമാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളല്ല ഞാൻ, അങ്ങനത്തെ ഒരാളല്ലാത്തത് കൊണ്ടാണ് ഞാൻ. എന്നോട് വന്നവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ
ഇങ്ങനത്തെ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും അത് ഞാൻ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും എന്റെ ബന്ധത്തെ നിങ്ങൾ എല്ലാ ബന്ധം പോലെ കാണാൻ പാടില്ല. എങ്ങനെ നമ്മൾ കാണാതിരിക്കുക? എങ്ങനെ കാണാതിരിക്കുക? ആയിരക്കണക്കിന് ക്യാമ്പസിൽ ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ബന്ധമായി അഫയറായി അവസാനം കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഇവനത് പറയുന്നത് മാത്രം അവരെ പോലെ അല്ല എന്ന് പറയാൻ എന്ത് ന്യായം? അത് നമ്മുടെ മനസ്സ് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ. അതല്ലാതെ അതിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ന്യായം പറയാൻ പറ്റും. രണ്ട് ബന്ധം, ഈ രണ്ട് ബന്ധങ്ങൾക്കുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർക്കും അതിന് രക്ഷപ്പെടാൻ വിചാരിക്കുമ്പോൾ പറ്റൂല. ഇങ്ങനെയുള്ള സ്ഥിരമായി തെറ്റായ ഒരാളുമായി അവിഹിതമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്കും വിചാരിക്കുമ്പോൾ വേറിട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയാണ് ഞാൻ നിസ്സഹായത എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇതിനെ ഇബ്നു ഖയ്യിം ഒക്കെ വിളിച്ചത് രോഗം തന്നെ. ഒരു രോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇന്ന് നിങ്ങൾക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന രോഗിയാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മുടെ വായന മുടക്കില്ലേ, നമ്മുടെ ക്ലാസ്സിലുള്ള കോൺസെൻട്രേഷൻ കളയില്ലേ, നമ്മുടെ ഉറങ്ങാനുള്ള സ്വൈരത്തെ നഷ്ടപ്പെടുത്തി കളയില്ലേ. ഒരു രോഗം ബാധിക്കാത്തൊരു സ്ഥലം പറയും നിങ്ങൾ. ഒരു രോഗം എനിക്കുണ്ടെങ്കിൽ ആ രോഗം എൻ്റെ ഭക്ഷണക്രമത്തെ ബാധിക്കും, എൻ്റെ ഉറക്കത്തെ ബാധിക്കും, എൻ്റെ മനസ്സിന്റെ സ്വസ്ഥതയെ ബാധിക്കും, എൻ്റെ മനസ്സമാധാനത്തെ ബാധിക്കും, എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളെ ബാധിക്കും, ഒക്കെ ബാധിക്കും. ഒരു രോഗം തന്നെയാണ്. ഇതിനെപ്പറ്റി മാത്രം ചിന്ത, വേറൊരു ആലോചനയില്ല. ആലോചിച്ച് നോക്കും നിങ്ങൾ. നല്ലൊരു കോഴ്സ് ബിടെക്കും MBBS കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വാപ്പക്ക് ഫസ്റ്റ് പോകണം, എനിക്ക് കല്യാണം കഴിക്കണം. അതെന്താണോ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറയാൻ കാരണം? എന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറയാൻ കാരണം കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നോക്കുകയാണ്. ഇനി എങ്ങനെ അവളെ കാണുക? നീ കാണാൻ മാർഗമില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നും അവിടെ കാണാം, ഇനി എങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ മോനെ നിനക്ക് ഇതിന് ഇനി അടുത്തൊരു PGക്ക് നിനക്ക് ശ്രമിക്കണ്ടേ, അടുത്തൊരു കോഴ്സിന് വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞിട്ട് മതി. എന്തേ അങ്ങനെ ഒരു തീരുമാനം വരാൻ? ആ ഒരു തീരുമാനം വരാനുള്ള കാരണം എന്താണ്? അതാണ് ഞാൻ പറയാൻ കാരണം. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ എല്ലാ ചിന്തകളും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അപ്പം എന്താ അറിയും? ഒരു നിസ്കരിക്കുന്ന ആളായിരിക്കും, പക്ഷെ അവന് ദീനിയായ ഒരു ചിന്ത ഉണ്ടാവില്ല. അത് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇത് മനസ്സിൽ കടന്നാൽ അവിടെ മറ്റൊന്നും പ്രവേശിക്കില്ല. അവിടെ ഏകാഗ്രതയോടെ പരീക്ഷയെ നേരിടാൻ പറ്റില്ല. ഏറ്റവും നന്നായി പാഠമെടുക്കുന്ന ഒരു അധ്യാപകന്റെ മുന്നിൽ ഉറങ്ങി തൂങ്ങിയും അശ്രദ്ധനായും അല്ലാതെ ഇരിക്കാൻ പറ്റൂല. ഒരുപക്ഷെ ഒന്നും അറിയാതെ അധ്യാപകൻ നമ്മോട് ചോദിക്കും, എന്താ മോനെ നിനക്ക് പറ്റിപ്പോയത്? ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് അല്ലേ നീ, നിനക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കും. അതിനൊരു മറുപടി ഉണ്ടാവുള്ളൂ, അധ്യാപകനോട് പറയാൻ പറ്റാത്തൊരു മറുപടി. അപ്പൊ ഇത് കുട്ടികളെ ഒരു ഗുണവും ചെയ്യാത്ത കാര്യമാകുന്നത് കൊണ്ടല്ലേ ഇസ്ലാം അതിനെ നിരോധിച്ചത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ ഓരോ നിമിഷം അത്തരൊരു ബന്ധം 5 കൊല്ലം തുടർന്നാൽ 5 കൊല്ലത്തിന്റെ തെറ്റിന്റെ ഭാണ്ഡവുമായി നാളെ പരലോകത്ത് ചെല്ലണം. ഓരോ തെറ്റിനും ശിക്ഷ ഉണ്ടല്ലോ, ഓരോ തെറ്റിന്റെയും ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞ ഏതെങ്കിലും അർത്ഥത്തിൽ ഇത്തരം വല്ല അവിഹിതമായ കാര്യങ്ങളിൽ ഒന്നും വേണ്ട. വിവാഹം കഴിക്കാത്ത ഒരാളുടെ മനസ്സിൽ എന്റേതെന്ന് പറയാൻ ഒരു പെൺകുട്ടി ഈ ഇരിക്കുന്നവരിലോ ഈ CD കേൾക്കുന്നവരിലോ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്റേതെന്ന് വിചാരിക്കാവുന്ന ഒരു പുരുഷൻ മനസ്സിലുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഇപ്പോൾ തെറ്റിലാണ് ജീവിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. സ്വന്തം ഇണകളിലല്ലാതെ അവരൊരു ആഗ്രഹം ഒരാശ വെച്ച് പുലർത്തുകയില്ലാന്ന്. അതുകൊണ്ട് നമ്മളിത് പിൻവാങ്ങണം. പിൻവാങ്ങാൻ എന്താണ് മാർഗം? പിൻവാങ്ങിയില്ലെങ്കിൽ എന്ത്? അതും കൂടെ ഞാൻ 2 വാക്കിൽ പറയാം. പിൻവാങ്ങിയില്ലെങ്കിൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ മറുപടി പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ എന്നും ആ ഒരു പ്രേമബന്ധത്തിൽ അങ്ങനെ കാലാകാലം പോവുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല, ഒരു തെറ്റിൻ്റെ അവസ്ഥ ഉണ്ടാവും. അത് വിവാഹമായി പരിണമിച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, യാതൊരു സമയം. ഒന്ന് വിശ്വാസം ഉണ്ടാവും. എങ്ങനെ വിശ്വാസം ഉണ്ടാകുക? ഞാൻ ക്യാമ്പസിൽ അല്പം സ്നേഹം നടിച്ചപ്പോൾ എൻ്റെ കൂടെ വരാനും എൻ്റെ കൂടെ ടൂർ വരാനും ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ തയ്യാറായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? തിരിച്ചും അങ്ങനെ തന്നെയാണ്. അന്നത്തെ ഒരു സമയത്ത് അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് അങ്ങനെ കീഴ്പ്പെട്ട് ജീവിച്ചാൽ എനിക്കെങ്ങനെ അവളെ വിശ്വസിക്കാൻ പറ്റും? ഇതൊരു ഗൗരവപരമായ കാര്യം. ഇതിൽ എന്നെ ചിരിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളും ചിരിച്ചു പോകും. ഒരാളൊരു പെൺകുട്ടിനായിട്ടൊരു റിലേഷൻ, എന്നിട്ട് അവനെ കംപ്ലൈൻറ്റ് പറയണം എന്തറിയോ, അവളെ ഫോണിലേക്ക് വേറെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആരായി പറയണത്? അവളെ ഭർത്താവാണ് പറയണത്? അവളെ ഭർത്താവല്ലോ. അപ്പൊ ഇവൻ കൊണ്ടിറങ്ങണതോ? ഒരു മാനസികാവസ്ഥ നോക്കും നിങ്ങൾ. അതുകൊണ്ടല്ലേ എല്ലാവർക്കും ഇത് ശരിയാന്ന് തോന്നുന്നത്. അവൻ തികച്ചും ഇവിടെ ഓരോ നിമിഷത്തിലും കൂടെ പിന്തുടരുക,
അതിലൊരു തെറ്റില്ല. വേറെ ആരോ അവിടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് ഭയങ്കര പ്രശ്നം. സ്വാഭാവികമായും ഈ കാഴ്ചപ്പാടിൽ നമുക്ക് വലിയ ഒരു വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന്, വിവാഹത്തിന് ശേഷമുള്ള ഇത്തരം ജീവിതങ്ങളിൽ ധാരാളക്കണക്കിന് അപകടങ്ങൾ പതിയിരിക്കുന്നു. അത് വേറൊരു ഏരിയയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധം മനസ്സിൽ കുടുങ്ങുകയും നമ്മുടെ ജീവിതത്തെ അപകടകരമായി അത് ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അതിന് മോചനം നേടാനുള്ള വഴി അത് വളരെ ഷോർട്ടായി ഇവിടെ പറഞ്ഞു. നേരത്തെ നൂറുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലോകത്തെ ഏറ്റവും വിശുദ്ധനായ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തെ കൂടെ സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ വചനമുണ്ട്, വലക്കത് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹ. പ്രലോഭനങ്ങൾ വന്നപ്പോൾ യൂസുഫ് നബിയുടെ മനസ്സിൽ അവർ വന്നു, അവരുടെ മനസ്സിൽ യൂസുഫ് നബിയും വന്നു എന്നാണ്. ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി, എന്തോ അള്ളാഹുവിന്റെ ഒരു ബുർഹാൻ, പടച്ചോന്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധവും മനസ്സിലുള്ള ഒരു ദിക്ർ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായൊരു ബോധം, മതപരമായി നമ്മൾ പാലിക്കേണ്ട ചിട്ടകളും വ്യവസ്ഥകളും നമുക്ക് പാലിച്ചാൽ നമുക്ക് പറ്റും. അതൊന്ന്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണ് നോക്കൂല തീരുമാനിക്കും. എന്റെ ജീവിതത്തെ അപകടപ്പെടുത്താൻ വന്നവളാണിവൾ, എന്റെ ജീവിതത്തെ അപകടപ്പെടുത്താൻ വന്നവനാണിവൻ. അതുകൊണ്ട് ക്യാമ്പസിലെ എല്ലാവരോടും സംസാരിച്ചാലും അവരോട് സംസാരിക്കില്ല, എല്ലാവരും നോക്കിയാലും അവളെ നോക്കില്ല. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ശരി. തൽക്കാലം ശത്രുത പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ ഒരു ശത്രുവായി കാണുക, തൽക്കാലം നോക്കില്ലെന്ന് തീരുമാനിക്കാം. എന്തെങ്കിലും ഒരു നല്ല ന്യായം പറയാം, നമ്മളെ പഠനം ബുദ്ധിമുട്ടാവേണ്ടെന്നോ എന്തെങ്കിലും ഒരു നല്ല ന്യായം പറഞ്ഞ്, അല്ലെങ്കിൽ പ്രോഫ്കോണിന് ശേഷം അങ്ങനെ തീരുമാനിച്ചുവെന്നോ ഒരു നല്ല ന്യായം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ആ ബന്ധം അവിടെ തീർക്കുക. ആ നോട്ടം അവസാനിപ്പിക്കുന്നതോടുകൂടെ അതിനുശേഷം അതിന്റെ മാറ്റങ്ങൾ വരും. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ പറഞ്ഞു പറ്റുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് വെച്ചാൽ, നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കുമ്പോൾ മിസ് കോൾ, അതാരുടെ മിസ് കോള്? അവളുടെ മിസ് കോൾ അല്ലെങ്കിൽ അവന്റെ മിസ് കോൾ. ആ മിസ് കോള് കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ മാനസിക നില തെറ്റും. അതുകൊണ്ട് എന്താ, ദയവ് ചെയ്ത് സിമ്മ് മാറ്റുക, ആ നമ്പർ നമ്മളെ കോൺടാക്റ്റിൽ ഇല്ലാതിരിക്കും. അതും വലിയൊരു കാര്യമാണ്. ഞാൻ മനസ്സിൽ ചെറിയൊരു ഓർമ്മ പോലും നമ്മളെ ആ പിൻവയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, നമ്മുടെ തീരുമാനങ്ങളെ ലംഘിപ്പിക്കും. എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഈ ചെരങ്ങന്റെ തോട് കുറച്ച് കട്ടിണ്ടാവും, അതിലാണ് പഴയ കാലത്ത് അറബികൾ കള്ള് കുടിച്ചിരുന്നത്. അവിടെ കള്ള് നിരോധിച്ചപ്പോൾ അതും റസൂലുള്ളാഹി അതിന്റെ കൂടെ നിരോധിച്ചു. തിന്മ ചെയ്യുന്നവർ ആ തിന്മയുടെ ഏത് പ്രതീകങ്ങളും ആ തിന്മയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവർ തന്ന വല്ല മെമ്മറികളോ സാധനങ്ങളോ എന്തൊക്കെ കൈവശമുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമായിരിക്കാം. തെറ്റായൊരു ബന്ധം വേർപിരിയുമ്പോൾ എല്ലാ നിലക്കും വേർപിരിഞ്ഞാൽ നമുക്ക് സാധ്യമാകും. ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇഹലോകത്തും പരലോകത്തും വലിയ അപകടങ്ങൾ നമുക്ക് സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇത്തരം അപകടകരമായ രോഗത്തിൽ നിന്നും മോചനം നേടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഒരു വലിയ മാരക രോഗം മോചിതനായി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ആഹ്ലാദത്തോടെ തന്റെ ദിനചര്യകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രോഗമോചിതന്റെ മനസ്സിന്റെ ആശ്വാസം ഏതോ, ആ ആശ്വാസത്തോടെ ആയിരിക്കണം നിങ്ങൾ ഈ ഹാളിൽ നിന്നും അല്ലെങ്കിൽ ഈ സംസാരശേഷം പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ മനസ്സിനെ മോചിപ്പിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ആർക്കെങ്കിലും അങ്ങനെ സ്വന്തമായി സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഓരോരുത്തരുടെയും പശ്ചാത്തലത്തിൽ സംസാരിക്കാൻ ഇവിടെ ഗൈഡൻസ് സെന്റർ ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനും അല്ലാഹു നല്ല മനസ്സോടുകൂടെ അവന്റെ കൽപ്പനകളെയും തീരുമാനങ്ങളെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അവൻ നമ്മെ അനുഗ്രഹിക്കും.